ശാസ്ത്രം തോറ്റു മക്കളെ, ജാസി ജയിച്ച്. ഇത്രയും കാലം ജാസി പറയുമ്പോ ആളുകളൊക്കെ പൊട്ടന്മാരാക്കുക വെറുതെ പറയാന്ന് വിചാരിച്ച്. സംഗതി അങ്ങനെയൊന്നും അല്ലല്ലോ. ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ. കണ്ടില്ലേ, ഇന്നോ നാളെ ഒരു പ്രസവം പ്രതീക്ഷിക്കാം. ചിലപ്പോ ഇത് സീരിയല് പോലെ ഇങ്ങനെ വർഷങ്ങളോളം പോകുന്നു. അതും പറയാൻ പറ്റൂല. എന്തായാലും കുട്ടിക്ക് പേരൊക്കെ എല്ലാവരും കണ്ടുവച്ചോളി. ഇത്രയും കാലം കളിയാക്കിയവരും കുറ്റം പറഞ്ഞവർക്ക് അവർക്ക് മുന്നിലുള്ള ഒരു വിജയമാണ് ജാസിന്റെ. എന്നാലും എന്റെ പൊട്ട എന്നാലും ഇത്രയും കാലം നമ്മുടെയൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ദാമ്പത്യ സങ്കല്പങ്ങളൊക്കെ മറിയാണ്. ഇതെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു അവിടെ. വല്ലാത്ത ജാതിയിലെ. എന്നാലും ഇപ്പൊ ഒരാൾ ഗർഭിണിയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും അങ്ങനെ കുറെ പരിപാടികളൊക്കെ വേണ്ടേ. ഇതിപ്പോ അതൊന്നും ഇല്ലാതെ ഇപ്പോ എങ്ങനെയാണ്? ഇനിയിപ്പോ ഉരുളി കമഴ്ത്തിയതായിരിക്കോ? എന്നാലും ഇതൊരു വല്ലാത്തൊരു ഇതായി പോയില്ലേ. ഇങ്ങനെയുണ്ടല്ലോ ഇത്. എന്തൊരിത് ഇങ്ങനെയുണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിൻ്റെ വേറൊരു ഇത്രയും കാലം കളിയാക്കിയ ആൾക്കാരൊക്കെ ഇനിയിപ്പോ കുട്ടീനെ കാണാൻ പോകുമ്പോ പിന്നെ ബേബി സെറ്റോ കുട്ടിക്കൂറെ ഈ ബേബി സോപ്പോ ബേബി പൗഡറോ ബേബി സെറ്റോ എന്തെല്ലാം കഴിച്ച് പോയിക്കോളി. വല്ലാത്തൊരു ജാതി തന്നെയല്ലേ.